നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. ഈ പേഴ്സണൽ റീഡിങ്ങിൽ മെസ്സേജ് ചെയ്താൽ അതായത് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, അപ്രതീക്ഷിതമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ചില രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വായനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രഹസ്യങ്ങൾ ചുരുളഴിയാൻ പോവുകയാണ്. ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു, അല്ലെങ്കിൽ മുഴുവനും തുറന്നു പറയാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിവയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തിക്ക് വലിയൊരു ചതി ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഈ വായന മുഴുവനും കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങളോട് തുറന്ന് പറഞ്ഞതാണോ അല്ലയോ, അല്ലെങ്കിൽ ഇതൊരു പുതിയ അറിവാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു ചതി ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ചതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ലേഡി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പക്വതയേറിയ ഒരു സ്ത്രീയുടെ സാന്നിധ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ പേഴ്സന് ഈ സ്ത്രീ മൂലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെയും, അതായത് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതത്തിനെയും, അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ ആയിക്കോട്ടെ, കാമുകന്മാരായിക്കോട്ടെ, അതിനെല്ലാം നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഈ ഒരു ലേഡി എന്ന് പറയുന്നത്, ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം ഈ വ്യക്തിയിൽ നിന്നും പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല ഉപയോഗങ്ങൾക്ക് വേണ്ടി, അതായത് പല ബെനിഫിറ്റ്സ്, അത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ സഹപ്രവർത്തകയായിരിക്കാം, ഒപ്പം ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ കണ്ടുമുട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരുപക്ഷെ ഈ വ്യക്തിയിൽ നിന്നും തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകാം, നിങ്ങളതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം, അതിനെ വിലക്കിയിട്ടുണ്ടാകാം, നിങ്ങളോട് ഒരുപക്ഷെ സത്യം ചെയ്തിട്ടുണ്ടാകാം ഇനി ആ ഒരു വ്യക്തിയായിട്ട് ഇനി ബന്ധം പുലർത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് അത് പല രീതിയിലും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അത് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനോ പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ ഈ ഒരു ലേഡിയെ സമീപിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പുലർത്തേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സാഹചര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില്ലനായി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളും കണ്ണടച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പലതവണയും ഈ പേഴ്സണോട് വാണിംഗ് കൊടുത്തപ്പോൾ ഈ വ്യക്തി ഇനി ഒരിക്കലും ഈ ഒരു ബന്ധം ഉണ്ടാകില്ല എന്നായിരിക്കാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷേ കുറച്ചും കൂടെ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് തീർത്തും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തി ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു സ്ത്രീ വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ് എന്നാണ്. പക്ഷേ പിന്നീട് മനസ്സിലായി അത് ഈ വ്യക്തിയെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലായപ്പോൾ ഈ ഒരു സ്ത്രീയെ അകറ്റി നിർത്തിയതായിട്ടാണ് കാണപ്പെടുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലും ചില സമയങ്ങളിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ പ്രണയബന്ധമോ അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, അതിനൊരു കോട്ടം സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും പതറിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ടാകാം ഇങ്ങനെ ഒരു സാഹചര്യം വന്നതിന്. അപ്പൊ തീർത്തും വളരെയധികം കുറച്ചധികം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വാക്ക് തർക്കം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഈ ഒരു ലേഡീനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക, പ്രൂഫ്, അതായത് തെളിവുകൾ അത് ലഭിച്ചിട്ട് ഈ വ്യക്തിയുടെ മുന്നിൽ നിരത്തി വെച്ചിട്ട് ചോദിക്കുക, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നമുക്ക് പരിപൂർണമായിട്ടും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിക്കും എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ദുരുദ്ദേശമായിട്ട് കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ലേഡിയും ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഈ വ്യക്തിക്ക് ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. അതായത് പതുക്കെ പതുക്കെ ക്രമേണയാൽ ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം സ്പോണ്ടേനിയസ് ആയിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റിക്കളയാൻ ആവില്ല. ആ ഒരു എനർജിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ലേഡി നിൽക്കുന്നത്. ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലൂടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, ഭയങ്കര വിഷമം അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ പോലും അത് നന്നായി സമാധാനത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയും പ്രശ്നങ്ങൾ വരുന്നു. പക്ഷേ ഈ വ്യക്തിക്കും മറ്റെന്തിൻ്റെയൊക്കെയോ ആവശ്യങ്ങൾ വന്നപ്പോൾ ഈ ഒരു ലേഡിയെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യവും ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നതും കുറച്ചും കൂടെ ഈ വ്യക്തിയുടെ കൂടെ ഒരുപക്ഷെ പണ്ട് മുതലേ തൊട്ടുള്ള ബാല്യകാല സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ അടുത്തിടെയായിട്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു കഥാപാത്രമായിരിക്കാം. എന്തുമാണെങ്കിൽ പോലും ഈ വ്യക്തി, ഈ തേർഡ് പേഴ്സൺ വിടാതെ പിന്തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കില്ലേ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ലഭിക്കില്ലേ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നഷ്ടപ്പെട്ടോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ വിട്ട് അല്ലെങ്കിൽ നിങ്ങളെ എന്നേക്കുമായിട്ട് വേണ്ട എന്ന് വെച്ചിട്ട് ഈ വ്യക്തിക്ക് വിട്ടുപോകാൻ സാധിക്കില്ല. കാരണം സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. അങ്ങനെ വിചാരിച്ചാണ് ഈ വ്യക്തി ആശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനം കണ്ടെത്തുന്നുണ്ട്. കാരണം ഈ വ്യക്തി സ്വമേധയാ പോയതല്ല, സാഹചര്യങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എങ്ങനെയോ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ കുറ്റം പറയേണ്ടതില്ല, പഴിക്കേണ്ടതില്ല എന്നുള്ള എനർജിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയോട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാക്ക് തർക്കത്തിന് വേണ്ടി മാത്രം കോണ്ടാക്ട് ചെയ്യുക, ഫോൺ വിളിക്കുക, സംസാരിക്കുക, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സ്വഭാവം മാറ്റിവെക്കുക. ഒരു സമാധാനത്തിന്റെ രീതിയിലേക്ക് വരാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ വ്യക്തിക്ക് എന്താണോ നിങ്ങളോട് തുറന്നു പറയാനുള്ളത് സമാധാനമായിട്ട് നിങ്ങൾ കേൾക്കുക. ഇതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഈ വ്യക്തി വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. എവിടെയാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുക, ആരുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ആരാണ് ഈ വ്യക്തിയെ ഒന്ന് കേൾക്കുന്നത്, ഈ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കുന്നത്, ഈ വ്യക്തിയെ ഒന്ന് സമാധാനപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തം സുഹൃത്തുക്കൾ പോലും ഈ വ്യക്തിയെ തള്ളിപ്പറയുന്നുണ്ടാകാം. അത് ഒരു സ്ത്രീയും പുരുഷനും കൂടി ആയതുകൊണ്ട് സമൂഹത്തിൽ അത് വേറെ പല രീതിയിലും അത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മനസ്സുകൊണ്ട് തള്ളിപ്പറയാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ദേഷ്യം കയറി നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയോട് കടന്നു പോകാൻ, അല്ലെങ്കിൽ എനിക്കിത് താല്പര്യമില്ല, നമുക്കിത് നിർത്താം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അത് ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്.
പക്ഷെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ പറിച്ചു മാറ്റാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാഹചര്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തി നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു തുടക്കം ഉണ്ടാകും എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അത് ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് ആണ്. അത് വെറുതെ വന്നതല്ല. നിങ്ങളുമായിട്ടുള്ള ബന്ധം, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ ബാല്യകാല സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പോലും പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയായിട്ട് ബന്ധം ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആദ്യം കൂട്ടുകാരനായിരുന്നു, പിന്നീട് കാമുകനായി, അങ്ങനെ ഒരു എനർജിയും ആയിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സമീപനം പാലിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടം കൊണ്ട് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം എന്തായാലും ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കുറച്ച് പ്രതികൂലമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ വ്യക്തിയോട് പെരുമാറാൻ. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വാക്ക് തർക്കത്തിനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് മാത്രം പോവാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് സംഭാഷണങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുക. തല്ലുപിടിക്കാനും വാക്ക് തർക്കം ചെയ്യാനും കുറ്റപ്പെടുത്താനും ആരെ കൊണ്ടും പറ്റും. പക്ഷെ അത് ചെയ്യണം. അത് ചെയ്ത് അതിൻ്റെ സമയം കഴിഞ്ഞു. ഇനി അത് തന്നെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അതൊരു മടുപ്പായി മാറും. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലുള്ള പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടി അവകാശമാണ്, കടമയാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ അത് തീർത്തും ചിലപ്പോൾ ഈ വ്യക്തിയെ പറ്റിയിട്ട് വളരെ മോശം രീതിയിൽ മറ്റാരൊക്കെയോ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഈ വ്യക്തി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, മോശപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വ്യക്തിയെ വേണ്ടാന്ന് വെച്ചോളൂ, ഒന്നും ശരിയാകില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾ അതൊന്നും ഒന്നും കണ്ട മാത്രമേ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ അന്വേഷിച്ചറിയുക. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് തുടക്കത്തിലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.